ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ചക്കരക്കിഴങ്ങ് കൊണ്ട് ഒരു സ്പെഷ്യൽ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പ് തുറക്കുമ്പോൾ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 സബോള അരിഞ്ഞതാണ്, പിന്നെ 3 അല്ലി വെളുത്തുള്ളി ചതക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, 2 ഇല്ലി വേപ്പില ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചക്കരക്കിഴങ്ങൊന്ന് അരിഞ്ഞ് ഉടച്ചിട്ട് ചേർക്കണം. എന്നിട്ട് കടലമാവും, പിന്നെ ഞാനിവിടെ മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗ്രാമ്പ് മസാലയുടെ പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളകും പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുത്ത് ഒരു മുട്ടയും ചേർത്ത് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വടയാക്കി പൊരിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് നമുക്ക് ആവശ്യമുള്ള അത്ര ഇടാം. കൂടുതലിട്ട് കഴിഞ്ഞാൽ വട കുറച്ച് കട്ടി കൂടുന്നു മാത്രം, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കടലമാവ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വടയാക്കി പൊരിച്ചെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതിന് മുന്നേ ഞാൻ ചക്കരക്കിഴങ്ങ് കൊണ്ട് ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണാത്തവരാണെങ്കിൽ അത് എല്ലാവരും ഒന്ന് കാണണം. ഇനി ഇത് നമുക്ക് ഒരു ഉരുണ്ട ഷേപ്പാക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അവരവരുടെ ഐഡിയക്കനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ 3 രീതിയിലുള്ള വടയാണ് നമ്മൾ ഈ മാവ് കൊണ്ട് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് ഉഴുന്ന് വടയുടെ ഷേപ്പിൽ ഞാൻ നടുവിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് പൊരിച്ചിരിക്കുകയാണ്. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ എൻ്റെ വട അത്ര ഭംഗിയൊന്നുമില്ല ഈ വട കാണാൻ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഒരു രീതിയിലുള്ള വടയാണ്, ഇത് വേറൊരു രീതിയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ വടയും പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി എല്ലാവരും ഇത് ഒന്ന് വീട്ടിൽ മധുരക്കിഴങ്ങൊക്കെ കിട്ടുമ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള വടയാണ്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും സബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.